നല്ല അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഉള്ളിവടയാണ്. അതിനുള്ള സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സബോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മളിന്ന് ഭജിക്കടയിൽ ഉണ്ടാക്കുന്ന അത്രയും ഒരു ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബജ്ജിക്കടയിൽ ഉണ്ടാക്കുന്നത് മറ്റേ ചുമന്ന് നല്ല മുരിഞ്ഞിരിക്കുന്നത്. ആഹാ, നല്ല സ്വാദാ. അത്രയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സബോള അരിഞ്ഞെടുക്കാം. സബോള നമ്മൾ അരിയാൻ എടുക്കുമ്പോഴേ ദേ ഈ പാകമില്ലേ ഇങ്ങനെ ഇരിക്കുന്നത്, അത് നമ്മളെടുത്ത് കളയണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സവോള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അല്ലേ അമ്മേ? അതെ, നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബജ്ജിക്കടയിലെ ഇത് വെച്ച് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവുക കേട്ടോ. കയ്യുറയൊക്കെ എടുത്ത് കയ്യിലിട്ട് അമ്മ ഇതാ റെഡിയായി വന്നിരിക്കുകയാണ്. അരിയാൻ പോവുക. ഒരുപോലെ അരിയണം, ചെറുതും വലുപ്പവും ആയി ഇരിക്കാതെ ഒരേ അളവിൽ, ഇങ്ങനെ ഈ അളവിൽ തന്നെ പോകണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിവട തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുള്ള സബോള 4 സബോള ഞാൻ ഈ മുഴുപ്പിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ഈ പാത്രത്തിനകത്തിട്ട് ഇട്ട് നമുക്ക് അതൊന്ന് കൈ കൊണ്ട് ഹല്ലികളാക്കി അടർന്ന് കിട്ടുന്നത് പോലെ ചെറുതായിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇളക്കാം. എല്ലാ സബോളയും അതൊന്ന് ഇതുപോലെ ഒന്നൊന്നായിട്ട് വരണം. അതിന് നമുക്കൊരു ശകല നേരം അതിങ്ങനെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ശകല മുളക് പൊടി, ശകല ഉപ്പ് പൊടി ഇട്ടൊന്ന് തിരുമ, ശകല ഇത്ര മതി ഇട്ടൊന്ന് തിരുമ. ഇച്ചിരി നേരം ഒന്ന് തിരുമ്മി ഒരു മുഴുത്തതായി അരിഞ്ഞ സബോളകൾ വല്ലതും ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്തു മാറ്റുകയും ചെയ്യണം. അപ്പോൾ നമ്മളത് ഇളക്കി ശരിയാക്കി ഇനി നമുക്കതിനേക്ക് ചേർക്കേണ്ട സാധനം ഒരു ചെറിയ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്. ഇനി നമുക്ക് പെരിഞ്ജീരകം, ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകം. അതിലേക്ക് നമ്മൾ കരിയാപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കരിയാപ്പില എൻ്റെ രണ്ടുപേരും കുഴപ്പമില്ല. ഇനി നമ്മൾ അതിലേക്ക് ഈ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടുക. അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അതുകൊണ്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇളക്കി നല്ലപോലെ ശരിയാക്കി വെച്ചു. ഇനി അതിലേക്ക് കടലമാവ്, ഈ സ്പൂണിന് 2 സ്പൂൺ കടലമാവ്, 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിന് 2 സ്പൂൺ മൈദാമാവും കൂടെ ഇതിനകത്തേക്ക് ഇടാം. അതും 2 സ്പൂണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ലേശം ഉപ്പുപൊടിയും കൂടെ ഇട്ട് ഇളക്കാം. ഇത്രയും ഉപ്പുപൊടി കൂടിയിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിനിയും ചേർക്കാം. ഇനി നല്ലപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉള്ളിവടയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതുണ്ടാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അരമണിക്കൂറായി നമ്മുടെ ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കത്തിച്ചിട്ട് നമ്മുടെ പാത്രം അടുപ്പേ വെക്കാതെ
തിളച്ച് വെള്ളം പറ്റിക്കോട്ടെ, തോർന്നോട്ടെ. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് മുങ്ങിക്കിടക്കണ്ടേ, അന്നേരം ഇച്ചിരി ഏറെ ഒഴിക്കുക. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ അല്ലേ അമ്മേ? അതെ, എണ്ണ തിളച്ചോന്നറിയാൻ ഒരു ഉള്ളിയല്ലി ഇട്ട് നോക്കാം. തിളച്ച് വരുന്നേ ഉള്ളൂ അല്ലേ? തിളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതേ ശകലം എടുത്ത് ഇതുപോലെ ചെറിയൊന്ന് തട്ടി ഉരുട്ടി ഇതുപോലെ നടുക്കൊരു തുളയിടണം. എന്നിട്ട് നമുക്ക് അതിലേക്കിടാം. അങ്ങനെ ചെറിയ ഉരുളിയായിട്ട് ഉരുട്ടിയെടുക്കണം. അതുപോലെ അതുപോലെ ചെറിയ ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഈ തള്ളവിരലും കൊണ്ട് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കിഴുത്ത കൊടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ടാൽ മതി. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാതെ എണ്ണയിലേക്ക് ഇത് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ നടുക്ക് ഇങ്ങനെ കൈവിരലും കൊണ്ട് ഒരു കിഴുത്ത കൊടുത്താൽ മതി. മൂക്കട്ടെ. ഇടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിടണം, ശകലം കൂടെ തിളച്ചിട്ട്. നമുക്കേ ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. മൂപ്പായോ മറിച്ചിടാറായി. മൂത്ത് ഒരു വശം മൂത്തു, ഇനി മറ്റേ വശം കൂടെ നോക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഉള്ളിവട നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാവേ. കോരി എടുക്കാൻ പോകും. കണ്ടോ, നല്ലപോലെ മൂത്തു. സൂപ്പർ. മനസ്സിലുണ്ടോ? നമ്മുടെ ബജ്ജിക്കടയിൽ ഉണ്ടാക്കുന്ന അതേ ടൈപ്പാണ്. നല്ല അടിപൊളി ബജ്ജിയാണ് കേട്ടോ. അതിന് ബാക്കിയും കൂടെ ഇടാം അല്ലേ അമ്മേ? പിന്നെ നടുക്കൂടൊരു വിരലിന് ഇട്ടാൽ മതി. ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മൾ ബജ്ജിക്കട കാണുമ്പോൾ നല്ല ലോപോലെ ഇരിക്കത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതും ഉണ്ടാക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പമുള്ള കാര്യമായിരുന്നു നമുക്ക് വീട്ടിലുണ്ടാക്കാനേ. ഈ 4 മണി കാപ്പിക്കും ഒക്കെ 4 മണിക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ വൈകുന്നപാട് ജോലിയും കഴിഞ്ഞ് ജോലിക്കാർ വരുമ്പോഴും നമുക്ക് ചായയുടെ കൂടി ഒരു കടി കൊടുക്കാനായിട്ട് അത്ര എളുപ്പം. അപ്പം ബാക്കി കൂടെ ഒന്നും ഉണ്ടാക്കട്ടെ, എന്നിട്ട് മൊത്തം ഒരുമിച്ചൊന്നും നമുക്ക് കാണാതെ. നല്ല അടിപൊളി. നമ്മളെ അതിനൊരു ഇതുകൂടെ ഉണ്ടാക്കുന്നുണ്ട്, സോസ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ ആ ചുമല ഇതില്ലേ ചട്നി, അതുകൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് ഇതേ ശകല എണ്ണ ആദ്യം ഒഴിക്കാം. ഇത് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയ എണ്ണ തന്നെയാണ്. ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ശകലം കാശ്മീരി മുളക് പൊടി, അതാണ് നമ്മൾ ഇടുന്നത്. ഇത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ശകലം കടലമാവ്, 1 സ്പൂൺ കടലമാവ് അതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി അതിന് ശകലം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കറി, മുക്കി തിന്നാനായിട്ട്. കടലമാവാണ് നമ്മൾ അതിനകത്ത് കാശ്മീരി മുളക് പൊടിയുടെ കൂടെ ഇട്ട് യോജിപ്പിച്ച് ഇളക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു ലേശം ഉപ്പ്, അതിന് ചേരുന്ന ഉപ്പും കൂടി ഇടണം. ഉപ്പ് പൊടി ശകലം മതി. എന്നിട്ട് അത് ശകലം നേരം നമുക്ക് ഇളക്കണം. ഇളക്കി ഒന്ന് വേകട്ടെ. അപ്പം നമ്മൾ അതിൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം ഇത് മുക്കി ഒരെണ്ണം കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് സാധനം എന്ന്. നമുക്കിത് കഴിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. സമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, സമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഓരോന്ന് എടുത്ത് വെക്കാം. ഓരോരുത്തർക്ക് ഓരോന്ന്.
ടേബിൾ മോനും എല്ലാം ഉണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ചട്നിയും കൂടി ഇടണം. എരിവുണ്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യും? എനിക്കുണ്ട്. അമ്മ മാത്രം എടുക്കും. എനിക്ക് ഇച്ചിരി സമ്മതി. ആദ്യം നമുക്ക് ടേബിൾ മോൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്? ചേച്ചി എങ്ങനെയുണ്ട്? ബജ്ജിക്കടയിലെ പോലെ തന്നെ ഉണ്ടോ? അതുപോലെ തന്നെ ഇരിക്കുന്നു. ആണ്. അതുപോലെ തന്നെ ഇരിക്കുന്നു. അടിപൊളി. അടിപൊളി ഇരിക്കും. അതെല്ലേ? സൂപ്പർ സമ്മന്തിയാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ബൈ.